നമസ്കാരം. വഖഫ് നിയമ ഭേദഗതിയിലെ വിവാദ വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി ഉത്തരവ് മോദി അമിത്ഷാ സർക്കാരിനേറ്റ കനത്ത പ്രഹരമായി. 5 വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചവർക്കേ വഖഫ് സാധ്യമാകൂ. തർക്കമുണ്ടായാൽ വഖഫ് ഭൂമിയുടെ സ്വഭാവം അപ്പോൾ മാറും. വഖഫ് സമിതികളിലെ അമുസ്ലിം വൽക്കരണം ഒക്കെ സുപ്രീം കോടതിയുടെ കർശന ഇടപെടലിലൂടെ അസാധുവായി. എന്നാൽ ആശങ്ക അവസാനിച്ചു എന്ന് പറയാനാകുമോ? വിധിയിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് കോടതിയെ മറികടക്കുമോ കേന്ദ്ര സർക്കാർ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. വഖഫിൽ വഴിത്തിരിവോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും കെ അനിൽകുമാർ, മുസ്ലിം ലീഗിൽ നിന്ന് ഷാഫി ചാലിയം, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. അല്പസമയത്തിനകം സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് പത്മനാഭനും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ ഷാഫി ചാലിയം, നിങ്ങൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ടൊക്കെയാണ്? അല്ല, ഈ വിധിയിലെ ചില ഭാഗങ്ങളെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തത്. വിധി അപ്പാടെ സ്വാഗതം ചെയ്തിട്ടില്ല. ഈ കറുത്ത കാർമേഘങ്ങൾക്കിടയിൽ ഒരു 2-3 വെള്ളി നക്ഷത്രങ്ങൾ കാണുന്നത് ആശ്വാസകരമാണ്. ബാക്കി ഫൈനൽ ജഡ്ജ്മെന്റിൽ നീതി ഉണ്ടാകുമെന്ന ഒരു പ്രത്യാശയും ഒരു പ്രതീക്ഷയുമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി റദ്ദ് ചെയ്ത 3 കാര്യങ്ങൾ അത് പ്രാധാന്യം നിറഞ്ഞവ തന്നെയാണ്, അത് ആശ്വാസകരം തന്നെയാണ്. എന്നാൽ അത് തടയുമ്പോൾ തന്നെ കോടതി ഫൈൻഡ് ചെയ്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു നിരാശ തോന്നുന്നുണ്ട്. ഉദാഹരണം, ഞാൻ വേണുവിന് ആ ഭാഗം മാർക്ക് ചെയ്ത് ഞാൻ അയച്ചിട്ടുണ്ട്. വേണു അത് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വിധി പകർപ്പിൽ 133, 134, 135 ആ ഭാഗമാണ് ഞാനത് മാർക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. അതിൽ ഒരാള് 5 വർഷത്തെ ഒരു ഡ്യൂറേഷൻ പറഞ്ഞു. ഒരു 5 വർഷക്കാലം പ്രാക്ടീസിങ് മുസൽമാന് മാത്രമേ വഖഫ് ചെയ്യാൻ അധികാരമുള്ളൂ എന്നൊരു ഭാഗം. അത് കോടതി അത് റദ്ദ് ചെയ്തിട്ടുണ്ടെങ്കിലും കോടതി നടത്തിയ ഫൈൻഡിങ് ആണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും പറയുന്നത്, ഈ 5 വർഷക്കാലം ഒരാൾ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളോ എന്ന് ആര് നിശ്ചയിക്കും? അപ്പം അത് നിശ്ചയിക്കാനുള്ള ഒരു സംവിധാനം ഈ റൂൾസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കട്ടെ. അതുവരെ സ്റ്റേ എന്നാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാൾ 5 കൊല്ലം പ്രാക്ടീസിങ് മുസൽമാനാണ് എന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ സാധിക്കും? അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും വരെ സ്റ്റേ. നാളെ തന്നെ അതിനുള്ള സംവിധാനം BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലൊക്കെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചുകൂടാ? അപ്പോൾ റദ്ദ് ചെയ്യുമ്പോൾ തന്നെ ആ കാര്യത്തെക്കുറിച്ച് കോടതി നടത്തുന്ന ഫൈൻഡിങ് അത്ര എനിക്ക് വ്യക്തിപരമായി അത്ര സന്തോഷപ്രദമല്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഒന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഈ വാക്കാൽ വഖഫ് ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടിയുടെ സ്വത്തുക്കളാണ്. ഈ വാക്കാൽ വഖഫ് 2005 ഒരു തീയതി വെച്ചിട്ടുണ്ട് ആ ഭേദഗതിയിൽ. ആ തീയതിക്കുള്ളിൽ അത് രജിസ്റ്റേർഡ് ആകണം വഖഫിൽ, ഇല്ലെങ്കിൽ അത് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കുന്നതാണ്. എന്നാൽ അവിടെ ഒരു 6 മാസം ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. ആ സമയം പോലും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുവഴി ആയിരക്കണക്കിന് കോടിയുടെ വഖഫ് സ്വത്തുക്കളാണ് പിടിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടായത്. അവിടേക്ക് കോടതി വന്നിട്ടില്ല. ഫൈനൽ ജഡ്ജ്മെന്റിൽ ഇടക്കാല ഉത്തരവിൽ അതില്ലെങ്കിലും ഫൈനലിൽ അത് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളത് പാർലമെന്റിലും ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾ കോടതിയിലും ആവശ്യപ്പെട്ടതാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, പിന്നെ ഇപ്പോഴും തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്തൊരു സംഗതിയുണ്ട്. അതായത് ഇതിൽ നോൺ മുസ്ലിം അംഗങ്ങളാവാം. നേരത്തെ ഈ 11 അംഗ വഖഫ് ബോർഡിൽ ഒരാൾ മാത്രം, അത് എവിടെയും മുസ്ലിം വേണമെന്ന് പറയുന്നില്ല ഈ ഭേദഗതിയിൽ. അവിടെ പറയുന്നത് ഈ സുന്നി അല്ലെങ്കിൽ ഷിയ, അതിലെ മൈനോറിറ്റീസിൻ്റെ ഒരു പ്രതിനിധി വേണം എന്ന് അവിടെ പറയുന്നുണ്ട്. മുസ്ലിം എന്ന ഒരു വാക്കേ പറയുന്നില്ല. അങ്ങനെ വന്നാൽ 11 പേരിൽ ഒരാളൊഴികെ ബാക്കി 10 പേരെയും
എന്ത് ചെയ്യാം, മുസ്ലിം അല്ലാത്തവരെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ഒരുങ്ങാം. ഇപ്പൊ നേരത്തെ എന്തായിരുന്നു, മുത്തവല്ലികളുടെ പ്രതിനിധിയായിട്ട് 2 പേർ, അഭിഭാഷകരുടെ പ്രതിനിധിയായിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് 2 പേർ, MLA-മാരുടെ പ്രതിനിധികളായിട്ട് മുസ്ലിമായ MLA-മാരിൽ നിന്ന് 2 പേർ, MP-മാരുടെ പ്രതിനിധിയായിട്ട് മുസ്ലിമായ MP ന്ന് ഒരാൾ. അപ്പോൾ MP-ക്ക് മുസ്ലിം വേണമെന്ന് എടുത്തു കളഞ്ഞു, MLA-മാർക്ക് മുസ്ലിം വേണമെന്നുള്ളത് എടുത്തു കളഞ്ഞു. മനസ്സിലാക്കുക, അഭിഭാഷകർക്ക് മുസ്ലിം വേണമെന്നുള്ളത് എടുത്തു കളഞ്ഞു. പിന്നെ മുത്തവല്ലിമാർ മാത്രമാണ്. അവിടെയും ഒരു ക്ലോസ് വെച്ചു, മുത്തവല്ലിമാരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് മുത്തവല്ലിമാരുടെ പ്രതിനിധിയെ കിട്ടിയിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും BJP ഭരിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലൊക്കെ ഈ 11-ൽ 10 പേരെയും വെക്കാനുള്ള ഒരു അവസരമാണ് ആ ഭേദഗതിയിലൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതിനെ കോടതി എന്താ പറയുന്നത്, കോടതിയിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, അതിന്റെ എണ്ണം ഒന്ന് പരിമിതപ്പെടുത്തി. വഖഫ് ബോർഡിൽ 3-ൽ കവിയരുത്, വഖഫ് കൗൺസിലിൽ 4-ൽ കവിയരുത്. അവിടെ അടിസ്ഥാനപരമായി കോടതിന് മുമ്പിൽ ഞങ്ങൾ വാദിച്ചൊരു വിഷയം എന്താണ് വഖഫ് ബോർഡിലേക്ക് വരുന്നവർക്ക് ചെയ്യിക്കാനുള്ള അവരുടെ നിർവഹണങ്ങൾ എന്താണ്. ഇപ്പോൾ പള്ളിയിൽ ഒരു പള്ളിയിൽ തർക്കം വരുന്നു, സുബൈ നിസ്കാരത്തിൽ കുനൂത്ത് ഓതണോ വേണ്ടിയോ, ഒരു ദർഗയിൽ പ്രശ്നം വരുന്നു, അവിടെ മൗലൂദ് വേണോ റാത്തീബ് വേണോ, ഈ വിഷയങ്ങളിൽ മത്തായിക്കും കുഞ്ഞിരാമനൊക്കെ എന്ത് അഭിപ്രായം സ്വീകരിക്കാൻ കഴിയുക? അതാണ് തിരിച്ച് ഞങ്ങൾ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഒരു മൊയ്തീൻകുട്ടിയും സുലൈമാനും ഒരു മാത്തച്ഛനും വന്നാൽ ഉഷപൂജ എപ്പോഴാണ്, ഉച്ചപൂജ എപ്പോഴാണ്, ഇതൊക്കെ ഈ കാര്യത്തിൽ ഇവർക്കൊരു അഭിപ്രായം എങ്ങനെ പറയാൻ കഴിയുക? അപ്പൊ ബേസിക്കലി തന്നെ നമ്മുടെ ഭരണഘടന പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഓരോരോ റിലീജിയസിന്റെ സ്ഥാപനങ്ങളിൽ അതാത് റിലീജിയസ് ആളുകൾ വരട്ടെ എന്നാ. ശരി, അതിന് നേരെ സുപ്രീം കോടതി ഗൗരവകരമായ ഒരു ഇടപെടൽ നടത്തിയില്ല. അവിടെ എണ്ണത്തെ ഒന്ന് പരിമിതപ്പെടുത്തി എന്നത് ഒരു ചെറിയ ആശ്വാസകരമാണെങ്കിലും ബേസിക്കലി ആ കീഴ്വഴക്കം എത്രമാത്രം അപ്രായോഗികമാണ് അത് നമ്മൾ മനസ്സിലാക്കുക. ശരി, അപ്പൊ അതുകൊണ്ട് ഈ വിധിയെ കുറിച്ച് എനിക്കും പറയാൻ 2-3 കാര്യങ്ങളിൽ ഒരു ആശ്വാസമുണ്ട്. സത്യമാണ്, കാരണം അത് കാണാതിരുന്നുകൂടാ. കാരണം ഒരു വഖഫ് ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ്, കയ്യേറിയതാണെന്ന് ഏതെങ്കിലും ഒരാൾ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ ആ പരാതി കൊടുത്ത നിമിഷം തൊട്ട് തന്നെ അത് തർക്കഭൂമിയായി എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ ഭീതികരമായ അവസ്ഥയാണ്. ശരി ശ്രീ ഷാഫി ചാലിയം, അങ്ങനെ പ്രത്യക്ഷത്തിൽ ഗുണകരമെന്ന് തോന്നിയ വശങ്ങളുണ്ട്, അതിലേക്കാണ് താങ്കൾ ഇപ്പോൾ കിടന്നത്. പക്ഷേ അതിനു മുൻപ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ആപൽക്കരമായ പല ചതിക്കുഴികളും ഒളിച്ചിരിക്കുന്ന ഒന്നാണ് ഈ വിധിന്യായം എന്നതിൽ സംശയമേതുമില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ കെ അനിൽകുമാർ, ഇന്ന് CPM-ഉം ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശ്രീ ഷാഫി ചാലിയം ചൂണ്ടിക്കാട്ടിയതടക്കമുള്ള എനിക്ക് ഒരു മിനിറ്റ് വേണു, ഒരൊറ്റ മിനിറ്റ് ഒന്ന് തീർക്കാനാ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വഖഫ് ഭൂമി ഇപ്പൊ കോഴിക്കോട്ട് കണ്ണംപറമ്പ് ശ്മശാനം 10-16 ഏക്കറിന്റെ മേലെ ഉണ്ട്. ഒരു പരാതി കൊടുക്കുക, ഇത് സർക്കാർ ഭൂമി കയ്യേറി ശ്മശാനമാക്കിയതാണെന്ന് കൊടുത്ത നിമിഷം തൊട്ട് അത് തർക്കഭൂമി ആയി കഴിഞ്ഞാൽ കോഴിക്കോട്ട് നഗരത്തിലെ മുസ്ലിങ്ങളെ എവിടെ കൊണ്ടുപോയി മറവ് ചെയ്യും? അല്ല, ആ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പുതിയ വിധി വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങ് ഉന്നയിച്ച ആശങ്കകളിലേക്ക് ആദ്യം വരാം. ശരി, സുപ്രീം കോടതി റദ്ദ് ചെയ്തത് വലിയൊരു കാര്യമാണ്. ശരി, ഞാൻ ആശങ്ക മാത്രം കേൾപ്പിച്ചിട്ട് ആശ്വാസം പറയാൻ സമ്മതിക്കഴിഞ്ഞാൽ അത് മോശമല്ലേ? അതുകൊണ്ടായി പറഞ്ഞത്, അതിൽ ആശ്വാസകരമായ ഒരു പാർട്ടി ഞാൻ പറഞ്ഞത് വലിയൊരു ഭീതിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശരി, അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു പരാതി പുറത്ത് പെട്ടെന്ന് തർക്കഭൂമിയാക്കുകയും അവിടെ ഒന്നും നിർവഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു ഭീതി ഉണ്ടായിരുന്നു. ആ ഭീതിയിൽ നിന്ന് സുപ്രീം കോടതി രാജ്യത്തെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി എന്നത് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. അതിലും ഒരു പഴുത് കിടപ്പുണ്ട്, നമുക്ക് അതിലേക്ക് പിന്നീട് വഴിയേ വരാം. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ ഒന്നാമതായി ഷാഫി ചാലിയം ചൂണ്ടിക്കാട്ടിയ കാര്യം, ഈ 5 വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചു എന്നതിൻ്റെ ഒരു ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന വിശ്വാസം തെളിയിക്കണം എന്ന് പറയുന്ന സംവിധാനം അങ്ങനെ തന്നെ സുപ്രീം കോടതി നിലനിർത്തിയിരിക്കുകയല്ലേ? കൂടാതെ സംസ്ഥാനങ്ങൾ ചട്ടമുണ്ടാക്കിക്കൊണ്ടതിനൊരു മെക്കാനിസം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ നാളെയും ഇന്ത്യയിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഒരാൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് സംസ്ഥാനങ്ങൾ തീരുമാനിക്കും ചട്ടങ്ങളിലൂടെ. അങ്ങനെയല്ലേ വരുന്നത്? ഇപ്പോൾ തന്നെ രാജ്യത്ത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ നേരിട്ടും ഏറിയ കൂറും ബാക്കി വരുന്ന സംസ്ഥാനങ്ങളിൽ വലിയൊരു വിഭാഗം സഖ്യകക്ഷിയായും പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ അധികാരത്തോടെയും BJP-യാണ് വാഴുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഏത് രൂപത്തിലുള്ള ചട്ടമുണ്ടാകും എന്നത്
കൃത്യമായി ന്യൂനപക്ഷ വിരുദ്ധതയിൽ തന്നെ ചെന്ന് അവസാനിക്കാൻ പോകുന്ന ഒന്നല്ലേ? അതിനുള്ള പച്ചക്കൊടിയായി മാറിയോ ഇന്നത്തെ വിധി? ആദ്യത്തെ ശങ്ക ശ്രീ കെ അനിൽകുമാർ. വഖഫ് നിയമം തന്നെ നമ്മുടെ രാജ്യത്തിനകത്ത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി BJP ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ മേഖലയിൽ ഒരു നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ വഖഫ് സ്വത്തുക്കളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ സ്വത്താണ്. അതിനു മുമ്പ് തന്നെ രാജഭരണകാലത്തോ മറ്റ് ഭരണകാലങ്ങളിലോ പൊതുവായി ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെട്ട സ്വത്തുക്കളും അതിൽ വരാം. അതാണ് വഖഫ് ബൈ യൂസർ ആകുന്നത്. മറ്റത് വഖഫ് ബൈ വഖഫ് ചെയ്യുക എന്ന ഒരു മതവിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ പ്രക്രിയ, ദൈവികമായ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രക്രിയ. ഈ രണ്ട് വഴികളിലാണല്ലോ വഖഫ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിൽ വഖഫ് ബൈ യൂസറായിരുന്ന ഏതെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അത് വഖഫ് ബൈ യൂസറായി തുടരുക എന്നുള്ളത് ഒരു സ്വതന്ത്ര ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് എല്ലാ മതവിശ്വാസികളും അവർ ഇസ്ലാം മതവിശ്വാസികളാണെങ്കിൽ അവർ അർഹിക്കുന്ന നീതിയാണ്. അതുകൊണ്ടാണ് 1991 നമ്മളൊരു നിയമം കൊണ്ടുവന്നത്. 1947 ആഗസ്റ്റ് 15 കട്ട് ഔട്ട് ഡേറ്റ് വെച്ച് ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി തുടരാനുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം. അത് വഖഫ് സ്വത്തുകളിൽ ആപ്ലിക്കബിളാണ്. 47 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന കാലത്ത് വഖഫ് ബൈ യൂസറായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളുണ്ടോ? അത് വഖഫ് സ്വത്ത് തന്നെയാണ്. അത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് തൽസ്ഥിതി തുടരുന്ന നില ഉണ്ടാകണം. നിലവിൽ അത് തൽസ്ഥിതി തുടരുന്ന നില ഈ കോടതി വിധിയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്രത്തോളം അത് സ്വീകാര്യമാണ്. 2, ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കലക്ടർമാരെ ഉപയോഗിച്ച് വഖഫ് സ്വത്തുക്കളെ വിവാദത്തിലാക്കി അവയെല്ലാം പിടിച്ചെടുക്കുക. ആരെങ്കിലും ഒരാൾ ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫ് സ്വത്ത് അല്ലാതാവും. വഖഫ് സ്വത്താണോ അല്ലയോ തീരുമാനിക്കുന്നത് കലക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ്. അത് പരമാധികാരം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഏറ്റവും കാടൻ നിയമമാണ്. അതിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നു. ആ കലക്ടർമാരുടെ വിഷപ്പല്ല് പറിക്കുക, അല്ല കലക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ചെയ്യാൻ ഉദ്ദേശിച്ച വിഷപ്പല്ല് പറിക്കുക എന്നത് ഇന്നത്തെ കോടതി വിധിയുടെ സ്വീകാര്യമായൊരു ഭാഗമാണ്. അതോടെ എന്ത് സംഭവിച്ചു? നാളെ രാവിലെ മുതൽ നമ്മുടെ നാട്ടിൽ കലാപം ആരംഭിക്കാൻ തൽക്കാലം BJPക്ക് കഴിയില്ല. അവരാഗ്രഹിച്ചത് സംഭാലിൽ തർക്കം ഉണ്ടായ പോലെ, കാശി മധുര ബാക്കി ഖേദങ്ങളും തർക്കം ഉണ്ടായ പോലെ ഇങ്ങനെ എല്ലാ വഖഫ് സ്വത്തുകളിലും, അതിപ്പോൾ ഡൽഹിയിലാണ് ജുമാ മസ്ജിദ് എന്ന് വേണമെങ്കിൽ തർക്കിക്കാം, ഹൈദരാബാദിൽ തർക്കിക്കാൻ സ്ഥലം കാണും, തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആ BJPയുടെ കടന്നാക്രമണത്തിൻ്റെതായ ഒരു അജണ്ട തൽക്കാലം സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വഖഫ് നിയമം വന്നതോടുകൂടി യഥാർത്ഥത്തിൽ BJP മുന്നോട്ട് വെച്ച കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി ഇടപെട്ട് വിലക്കിയതൊരു ഭാഗം. 2, ഇപ്പോൾ ഒരു ഭാഗികമായ സ്റ്റേ വന്നിരിക്കുന്നത്. 3, സമ്പൂർണ്ണമായും എന്തിനീ നിയമം? ഇന്നത്തെ നിയമത്തിൻ്റെ വ്യവസ്ഥകളുടെ കുറവുകളെന്ത്? അത് മാറ്റേണ്ടി വരുമ്പോൾ ആ മാറ്റുന്നത് ആ ജനവിഭാഗത്തിന് ഗുണകരമായിട്ടാണോ? നമ്മുടെ നിയമനിർമ്മാണം കൊണ്ടുവരുമ്പോൾ ആ വിഭാഗത്തിന് ഗുണകരമാകണം. വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാനുള്ള നിയമം ആ വഖഫ് സ്വത്തുക്കളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമമായി മാറണം. കുറുക്കനെ കോഴിയെ നോക്കാൻ ഏൽപ്പിക്കുന്ന പണി പോലെ സംഘപരിവാരുകാരായ കുറേ വക്കീലന്മാരും സംഘപരിവാരുകാരായ ചില ആളുകളും ചേർന്ന് കുത്തി നിറച്ച് ഒരു സംവിധാനം വഖഫ് ഏർപ്പെടുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിന് തൽക്കാലം തടയിട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീ അനിൽകുമാർ, അങ്ങ് ഈ വിശ്വാസിയുമായി ബന്ധപ്പെട്ട എന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഈ വിഷയത്തിലേക്കാണ് വന്നത്. കുഴപ്പമില്ല, നമുക്ക് വഴി അതിലേക്ക് എത്താം. പക്ഷേ ഇതിൽ തന്നെ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി, ഏപ്രിലിൽ ഇത് പരിഗണിച്ചപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി, സർക്കാർ ചില ഉറപ്പുകളും കൊടുക്കുകയുണ്ടായി അല്ലേ? പിന്നെയാണ് അത് ഈ മെയ് 22-ാം തീയതി അത് അന്തിമ വിധിക്കായി പിന്നീട് നീക്കിവെക്കുകയും ഇന്ന് ആ വിധി വരികയും ചെയ്തത്. പക്ഷേ ഈ ഏപ്രിലിലെ വാക്ക് പാലിച്ചോ സർക്കാർ? അങ്ങേക്കറിയുന്ന പോലെ മറ്റ് പല സ്ഥലങ്ങളിലും ബുൾഡോസ് ചെയ്യപ്പെട്ടില്ലേ ഇവരുടെ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ? അതുകൊണ്ട് അടിയന്തര സ്റ്റേ വേണ്ടതുണ്ട് എന്ന് വീണ്ടും ഹർജിക്കാർ ആവശ്യപ്പെടേണ്ട സാഹചര്യം വന്നില്ലേ? അപ്പോൾ അത്രയൊക്കെ സുപ്രീം കോടതി നിർദ്ദേശിച്ചാലും സുപ്രീം കോടതിക്ക് ഇവർ വാക്ക് നൽകിയാലും ഒക്കെ സംഭവിക്കുന്നുള്ളൂ. ഫലത്തിൽ മറ്റൊന്നാണ്. ഇനിയിപ്പോൾ ഇത്രയ്ക്കെങ്കിലും ആശ്വാസം എന്ന് അങ്ങ് പറയുന്നതിലും പിഴവുകൾ കിടക്കുന്നു, ചതിക്കുഴികൾ കിടക്കുന്നു. എന്താണത്?
ഒന്ന് അടിയന്തരമായി ഷാഫി പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്ന സാഹചര്യം വരുന്നു. രജിസ്റ്റർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാലതാമസം വരികയാണെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? പിന്നെ നിയമപരമായ പോരാട്ടത്തിന് അവകാശം നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് പറയുന്ന സാഹചര്യം വരുന്നു. കോടാനുകോടി സ്വത്തുക്കളാണ് ഇങ്ങനെ വഖഫ് ബൈ യൂസറായി നിൽക്കുന്നത്. അതെല്ലാം 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുക എന്നത് കരണീയമല്ല. അങ്ങനെ വരുമ്പോൾ അതിന്മേൽ നിയമ പോരാട്ടം നടത്താനുള്ള ഭാവി സാധ്യതയും അടയപ്പെടുകയാണ്. ഇന്നത്തെ ഇടക്കാല വിധി നോക്കുമ്പോൾ ആ പഴുത് അതിലുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി, കളക്ടറുടെ ബിഷപ്പിൽ പറിച്ചു എന്ന് പറയുന്നത് ഭാഗികമായി മാത്രമാണ് ശരി ശ്രീ അനിൽകുമാർ. കാരണം സർക്കാരിന് എന്താണ് വേണ്ടത്? സർക്കാരിന് വേണ്ടത് ഇതൊരു വിഷമവൃത്തത്തിലാക്കുക, ഇതിലൊരു തർക്കമുണ്ടാക്കുക. അങ്ങ് പറഞ്ഞത് ശരിയാണ്, ആർബിട്രറിയായി അത് മുഴുവൻ സ്വന്തമാക്കുക എന്ന സാഹചര്യം മാറിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നിരന്തര കലഹത്തിൻ്റെ സാധ്യത തുറന്നിടുന്നു ഇപ്പോൾ. കാരണം സർക്കാരിന് നാളെയും ഈ പറയുന്ന തർക്കം ഉന്നയിക്കാം. അതിലൂടെ വഖഫ് ഭൂമിയുടെ സ്വഭാവം മാറുന്നില്ല. പക്ഷെ മൂന്നാമതൊരാൾക്ക് അത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മരവിപ്പിച്ച നിലയിൽ തന്നെ ആയിരിക്കും ആ വഖഫ് ഭൂമി. സർവോപരി സർക്കാർ എന്ന് പറയുന്ന അത്രയും ഹിന്ദുത്വ ഭൂരിപക്ഷമുള്ള ഈ സർക്കാർ, അതിനോട് കിടപിടിക്കാൻ ഈ വിഭാഗത്തിന് കഴിയില്ല. അപ്പോൾ തുല്യർ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, ആധിപത്യ ശക്തിയുടെ ഏകപക്ഷീയമായ വ്യവഹാര കുരുക്കുകളിലേക്ക് ഈ വഖഫ് സ്വത്തിനെ വീണ്ടും വലിച്ചിഴയ്ക്കുന്ന പഴുതുകൾ ഇതിലില്ലേ? ഞാൻ ആ വിധിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത്. വിധിയിൽ എങ്ങനെ ആശ്വാസകരമായ ഒരു ഭാഗം വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 91 ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി സംരക്ഷണ നിയമം ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് എത്രയോ പള്ളികളിൽ അമ്പലങ്ങളുടെ അടിത്തറയുണ്ട്, അല്ലെങ്കിൽ പഴയ അമ്പലങ്ങളായിരുന്നു എന്ന് അറിയാൻ വേണ്ടി സർവേ നടത്താനുള്ള ഉത്തരവ് ഇന്ത്യ രാജ്യത്തെ ജില്ലാ കോടതികൾ കൊടുത്തു. ഒന്ന് വായിച്ചു നോക്കിയാൽ 91 നിയമത്തിൻ്റെ ലംഘനമല്ലേ അത്? അയോധ്യ ഒഴിച്ചുള്ള എല്ലാ ആരാധനാലയങ്ങളും, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തർക്കമുണ്ടായ ആ വിഷയം അടക്കമുള്ള ഒഴിച്ചുള്ള എല്ലാ ആരാധനാലയങ്ങളും, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇപ്രകാരം ഒരു സർവേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല, തൽസ്ഥിതി തുടരണം എന്നല്ലേ നിയമം. ഈ നിയമം മനസ്സിലാക്കാത്ത ജഡ്ജിമാരാണോ അനുമതി കൊടുത്തത്? അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, നമ്മൾ സുപ്രീം കോടതി അയോധ്യയുടെ കേസിൽ പോലും എങ്ങനെയാണ് വിധി എഴുതിയത്, ആരെ കൊണ്ടാണ് എഴുതിച്ചത്, അവർക്ക് പിന്നീട് എന്തെല്ലാം ലഭിച്ചു, എന്തെല്ലാം പരിശോധിക്കുമ്പോൾ കോടതി ഇന്നത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ചെയ്തു എന്നത് മാത്രമാണ് പരിശോധിക്കുക. അതല്ലാതെ ഞാൻ അങ്ങ് ഈ 91 വല്ലാതെ നിർബന്ധ ബുദ്ധിയോടെ നിൽക്കണ്ട. കാരണം അങ്ങ് പറഞ്ഞതും ഭാഗികമായി മാത്രം ശരിയാണ്. ഈ വിധി എഴുതിയത് ചന്ദ്രചൂഡാണല്ലോ. എന്തായാലും അജ്ഞാതനാമാക്കളാണ് വിധി എഴുതിയതെങ്കിലും പിന്നീട് ടൈംസ് ഓഫ് ഇന്ത്യ പിറ്റേ ദിവസം തന്നെ പറയുകയുണ്ടായി അതിൻ്റെ ഭാഷയൊക്കെ പരിശോധിച്ചിട്ട് അത് ചന്ദ്രചൂഡിൻ്റെ വിധിയാണ്. ഈ ചന്ദ്രചൂഡ് CJI ആയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഇത് അടഞ്ഞ അധ്യായമല്ല എന്ന നിലയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് 91 ആരാധനാ സംരക്ഷണ നിയമം. അല്ലേ ശ്രീ അനിൽകുമാർ? അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ സംരക്ഷകരായിട്ടുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തെ റാഞ്ചാൻ വേണ്ടി എന്തെല്ലാം BJP ചെയ്യുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും ജസ്റ്റിസ് പഞ്ചോളിയെ അവിടുന്ന് 2ാമത്തെ ജഡ്ജിയായിട്ട് എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് കാരണം 31 അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവും. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായ കേശവാനന്ദ ഭാരതി കേസ് അട്ടിമറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 13 അംഗ ജഡ്ജി സംഘം വേണം. അപ്പോൾ ഒരു ഉയർന്ന ജഡ്ജിമാരുടെ പട അതിനുണ്ടാക്കണം. ആ ജഡ്ജിമാരുടെ പടയുണ്ടാക്കാൻ മഹാരാഷ്ട്രത്തിൽ നിന്നും BJPയുടെ വക്താവിനെ ഹൈക്കോടതി ജഡ്ജിയാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും BJPയുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ തന്നെ ജഡ്ജിയായി മാറിയിട്ടുണ്ട്. കൊളീജിയത്തിൻ്റെ ഇടയ്ക്കൂടെ ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെട്ട 3-4 പേര് ജഡ്ജിമാരാകുമ്പോൾ സംഘപരിവാറിന് ഇഷ്ടപ്പെട്ട കുറേ പേരും ജഡ്ജിമാരായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശരി, ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം, ഒരു നിയമനിർമ്മാണത്തിനിടയില്ലാത്ത വിധം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP പരാജയപ്പെടണം. നിങ്ങൾക്ക് കോടതി വഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആശ്വാസം താൽക്കാലികമാണ്. നാളെ ഒരു ഭരണഘടനാ ഭേദഗതി സാധ്യമല്ലാത്ത വിധം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJP പരാജയപ്പെടുന്ന തരത്തിൽ മതനിരപേക്ഷ ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണം. അവിടെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. BJP പ്രചരിപ്പിച്ച എന്താണ്? ഇങ്ങനെ വക്കഫായി കിടക്കുന്ന സ്വത്തുക്കളെല്ലാം കൂടെ പിടിച്ചെടുത്ത് രാജ്യത്തിൻ്റെ സമ്പത്താക്കാൻ പോകുന്നു. അതിവിടുത്തെ ഹിന്ദു സഹോദരന്മാരുടെ ജീവിതത്തിന് രക്ഷയാവും. ഈ ആഖ്യാനമാണ് കൊടുത്തത്. മുനമ്പത്തെ ഭൂമി പിടിച്ചെടുത്തിട്ട് ക്രിസ്ത്യാനികൾ കൊടുക്കാൻ പോകുന്നു. ഉടനെ കുറേ പേർ അത് വിശ്വസിച്ചു, ഇറങ്ങിത്തിരിച്ചു, BJPക്ക് വേണ്ടി ജാഥ നടത്തി. ഇപ്പം ആരും മുനമ്പത്തേക്ക് പോകുന്നില്ല, മുനമ്പത്ത് വിണ്ടുന്നില്ല. ഈ നിയമമുണ്ടാക്കിയ
നിയമമന്ത്രിയെ അവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചു, ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു മുനമ്പത്ത്. എന്നിട്ട് എന്താ ഇപ്പം എന്താ മുനമ്പ് മിണ്ടാത്തത്? അദ്ദേഹം തന്നെ കിരൺ റിജിജു തന്നെ അവിടെ മുനമ്പത്ത് നിവാസികൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിൽ ഏറ്റുപറയുകയും ചെയ്തു, ഇത് മുനമ്പത്തിന് പരിഹാരമല്ല എന്നും. ഞാൻ അങ്ങേലേക്ക് വരാം ശ്രീ അനിൽകുമാർ. ശ്രീ ഷാബു പ്രസാദ്, ഇനി വരാം സാർ. ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി, ഒരു വാക്കൂടെ പറയാം, ഒറ്റ വാക്ക് മതി എനിക്കൊരു വാക്കൂടെ. മുസ്ലിം ലീഗിന് സന്തോഷമാണോ നിരാശയാണോ വിധിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്ത് ആദ്യം ഈ വിധി നടപ്പാക്കാൻ പുറപ്പെട്ടത് മുസ്ലിം ലീഗാണ്, തളിപ്പറമ്പിൽ. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട അവിടെ ഒരു വിദ്യാലയവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വഖഫ് സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ പള്ളി കമ്മിറ്റിയുമായിട്ട് യുദ്ധത്തിന് പോയതാരാ? മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നാൽ ലീഗിൻ്റെ കച്ചവട രാഷ്ട്രീയം വഖഫിൻ്റെ നിയമം ഉണ്ടാക്കിയ BJPയുടെ ആ ചോര കുടിക്കുന്ന നാക്കിൽ നിന്നും ഒരു ശകലം ചോര അത് ഇറ്റിച്ചു കുടിക്കാമെന്ന് കരുതിയ ഒരു രാഷ്ട്രീയമുണ്ട് മുസ്ലിം ലീഗിൻ്റെ. ആ രാഷ്ട്രീയം കൂടെ തുറന്ന് കാട്ടിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനാവില്ല. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ ഇന്നത്തെ ഇടക്കാല വിധി കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണോ അല്ലയോ? ഇതിപ്പം കേസ് പകുതി എത്തിയിട്ടേ ഉള്ളൂ, വാദമൊന്നും എത്തിയിട്ടില്ല. ഇനിയും എത്രയോ ഫൈനൽ വിധി വരാൻ കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ഈ നിയമത്തിലെ 2-3 ക്ലോസിന് ഒരു താൽക്കാലിക സ്റ്റേ, ഇത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ ഒരു തിരിച്ചടിയാണെന്ന് പറയുന്നത് എന്തിനെ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ ഷാഫി ചാലിന് തന്നെ ഈ വിധിയില് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. ഇപ്പൊ ഇന്ന് വന്ന സന്തോഷമൊന്നും കാണുന്നില്ല, അനിൽകുമാറിന് സന്തോഷമൊന്നും കാണുന്നില്ല. വേണു നിങ്ങളുടെ ആശങ്ക ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ എന്റെ കാര്യം ഇവിടെ ഞാൻ എന്ത് നിഷേധിക്കുന്നു, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. പക്ഷേ ഈ പറയുന്ന നിങ്ങളൊക്കെ തന്നെ ഇതിന്റെ അകത്ത് ഭയങ്കര ഭീകരമായ ആശങ്കയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥത്തിൽ ഈ ആശങ്കയിൽ നിന്ന് ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ എന്താണ് ഇതിന്റെ സാങ്കത്യം എന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇവിടെ എനിക്കിവിടെ പറയാൻ ആഗ്രഹമുള്ളത്, അതായത് ഈ ആദ്യം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വഖഫ് എന്നുള്ളതിന് ദേവസ്വം ബോർഡ് പോലെ മറ്റൊരു സെറ്റപ്പ് ഇവരുടെ മുസ്ലിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ബോഡി എന്ന് മാത്രമേ ഞാൻ ഈ വഖഫിനെ പറ്റി മനസ്സിലാക്കിയിരുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്ന് ഒരു കാര്യമുണ്ട്. ഇപ്പൊ അവിടെ ഇദ്ദേഹം പറഞ്ഞു, ദേവസ്വം ബോർഡിലെ, അതായത് അമ്പലത്തിൽ ഉഷപൂജ എപ്പോ വേണം, അല്ലെങ്കിൽ ഉച്ചപൂജ എപ്പോ വേണം, സഹസ്രനാമം വേണോ, പുരുഷസൂക്തം വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ബോഡിയില് ഒരു റഹ്മാനോ അല്ലെങ്കിൽ തോമസിനോ എന്താണ് കാര്യം എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം അവിടെ ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഷാഫി ചലത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവിടെ ഏത് നിസ്കാരം വേണമെന്നോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ പള്ളിയിലെ കാര്യങ്ങളോ നിസ്കാരത്തിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആരാധനാപരമായ കാര്യങ്ങളിലോ ബന്ധപ്പെടുന്ന കാര്യമല്ല ഇതൊരു സിവിൽ ഡിസ്പ്യൂട്ട് ബോഡി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതേപോലെ ഇപ്പം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ഉണ്ട്. ഇപ്പം ഇന്ന് ഇന്ത്യയില് ഏതാണ്ട് 40,000 കേസുകളാണ് വഖഫുമായിട്ട് വഖഫിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 40,000 കേസുകളിൽ 31,000 കേസുകളും നോൺ മുസ്ലിംസ് കൊടുത്താണ് എതിർകക്ഷി എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് ആണ്. അതിൽ 9,000 ചില്ലാണ് കേസ് മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൂ. അതായത് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന ആ അവസ്ഥ ഞാൻ ഇപ്പോഴും എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്നു. ഈ രാജ്യത്തൊക്കെ നടക്കുമോ 95 ഭേദഗതി ചെയ്ത് വഖഫ് ബോർഡിന്റെ ഒരു തീരുമാനത്തിന്റെ അതോറിറ്റി ആ തീരുമാനത്തിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ കോടതിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ, കോടതിയിൽ സമീപിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കഷ്ടവാദം ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇപ്പോഴും എനിക്കത് അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിലെ കോടതികൾക്ക് ഇടപെടാൻ കഴിയാത്ത, തീരുമാനം എടുക്കാൻ കഴിയുന്ന മറ്റൊരു പാരലൽ ഒരു അതോറിറ്റി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഭയാനകമാണ്. അവസ്ഥ എത്ര ഭയാനകമാണ്.
അതുപോലെ ഇതിൻ്റെ അകത്ത് മുസ്ലിംസ് നോൺ മുസ്ലിംസ് വേണം എന്ന് പറയുന്നതിൻ്റെ അകത്തെ കാരണം ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആരാധനയുടെ പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടിയായിട്ട് വരുന്നത്, ഈ ഡിസ്പ്യൂട്ടിന്റെ കേസുകളുടെ ഭാഗമായിട്ട് വരുന്നത് നോൺ മുസ്ലിംസ് ആണ്. അപ്പോൾ നോൺ മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു വ്യവഹാരത്തിൽ അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ആ ബോഡിയിൽ നോൺ മുസ്ലിംസും ഉണ്ടാകണം എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയല്ലേ? ഒരു സ്വാഭാവിക നീതിയല്ലേ? അല്ലാതെ ഇവർ 5 നേരം നിസ്കരിക്കണോ, അല്ലെങ്കിൽ അപ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ്, അല്ലെങ്കിൽ ആരാധന എന്താണ്, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ നോമ്പ് തുറക്കണം, എങ്ങനെ നോമ്പ് മുറിക്കണം, ഇതൊന്നും അല്ലല്ലോ അവിടുത്തെ വിഷയം. അതിൻ്റെ അകത്തൊന്നും ഈ സൂര്യന് കീഴിൽ വേറെ ആർക്കും ഇടപെടാൻ കഴിയില്ല, ചെയ്യാനും പാടില്ല. അതല്ല അവിടെ അതല്ല പ്രശ്നം. അവിടെ അല്ല. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരുപാട് അനീതികൾ നടക്കുന്നു എന്നുള്ളത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ നിമിഷം വരെ, ഈ 6 മാസം മുമ്പ് ഈ വിവാദം ഉണ്ടാകുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പോലെ മറ്റൊരു സെറ്റപ്പ് ഇന്ന് മാത്രമാണ്. പക്ഷെ അതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, തമിഴ്നാട്ടിലെ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ക്ഷേത്രം വരെ വഖഫ് ക്ലെയിം ചെയ്ത് അവിടെ ഉള്ളവർക്കൊരു സർട്ടിഫിക്കറ്റ് പോലും സർക്കാരിൽ നിന്ന് വില്ലേജിൽ സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇതൊക്കെ അനീതിയല്ലേ? ശരി. അതിന് സത്യത്തിൽ അതിൻ്റെ അകത്ത് മുസ്ലിങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് മുന്നിട്ടിറങ്ങേണ്ടത്. ഇവരെ പോലുള്ള മുസ്ലിം ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങളാണ് അത് ചെയ്യേണ്ടത്. ശരി. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാവുകയാണ്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ വിശദമായി പല സ്റ്റേകളാണ് പല വകുപ്പുകൾക്ക് ഈ കോടതി നൽകിയിരിക്കുന്നതെങ്കിലും നമുക്ക് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങയുടെ പ്രതികരണം ആദ്യം വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആ ചോദ്യം ഇവിടെ എല്ലാവരോടും ചോദിച്ചിട്ട് അതിന് കൃത്യമായൊരു മറുപടി വന്നിട്ടില്ല. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ഭൂമി വഖഫ് എന്ന പവിത്രതയൊന്നും കൊടുക്കാതെ, പവിത്രത എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം ദൈവത്തിന് നൽകുന്ന സ്വത്താണ് അത്. അതുകൊണ്ട് ആ വാക്ക് വളരെ ശരിയുമാണ്. എന്നാൽ അത്രയും പവിത്രമെന്ന് ആ വിഭാഗം കരുതുന്നൊരു കാര്യത്തിൽ 5 വർഷം ഒരാൾ വിശ്വാസിയായിരിക്കണം ഏറ്റവും കുറഞ്ഞത്. ആ വിശ്വാസം അയാൾ വിശ്വാസിയാണ് എന്ന് തെളിയിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റുകൾ ചട്ടമുണ്ടാക്കട്ടെ, അതിലൂടെ ഒരു മെക്കാനിസം വരട്ടെ എന്നാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ജയിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഫലത്തിൽ ഭരണകൂടത്തിന് തന്നെയാണ് ഒരാൾ മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് അന്തിമമായി തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം ഈ കോടതി നൽകിയിരിക്കുന്നത് എന്നത് ഈ വിധിയുടെ ആപൽക്കരമായ സന്ദേശമാണോ അല്ലയോ? ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇതൊരു ഇടക്കാല വിധിയാണ്. പ്രധാനപ്പെട്ട കേസിന്റെ ഫൈനൽ വെർഡിക്റ്റ്, അതായത് അവസാന വിധി, ഇതിന്റെ ഭരണഘടനാ സാധുത കൂടി സുപ്രീം കോടതി പരിഗണിച്ചിട്ട് ഒരു ജഡ്ജ്മെന്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ വിധി വരുന്ന സമയത്ത് വീണ്ടും ഇതിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയിൽ വീണ്ടും വാദത്തിൽ വരും. ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്ന ഈ സ്റ്റേ എന്ന് പറയുന്നത് അതിൽ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്, താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അതായത് പല സ്റ്റേറ്റുകളിൽ, സംസ്ഥാനങ്ങളിൽ ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. അതായത് നമ്മൾ മതം മാറുകയാണെങ്കിൽ അത് ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടോ ഫ്രോഡ് വഴിയോ ഒക്കെ ആണെങ്കിൽ അതിനെ നിരോധിച്ചുകൊണ്ടും അതിന് കടുത്ത ശിക്ഷ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടുമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോലും പറയുന്നില്ല നിങ്ങൾ വേറൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ മതത്തിന്റെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് 5 വർഷം കാത്തിരിക്കണം, അല്ലെങ്കിൽ 1 വർഷം, അങ്ങനെയൊന്നും വ്യവസ്ഥയില്ല. ഇനി ഓണറസ് കണ്ടീഷൻ എന്ന് പറയും. ഇത് എവിടെയാണ് അതിനകത്തൊരു വലിയ പ്രധാന പ്രശ്നമുള്ളത്? ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സിനെ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് പോലെയാണ്. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടനയാണ്, അതായത് ഈ ജനാധിപത്യ വിരുദ്ധമല്ലാത്ത, ഭരണഘടനാ വിരുദ്ധമല്ലാത്ത, നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്, എന്റെ തീരുമാനമാണ്. അപ്പൊ എനിക്ക് മുസ്ലിം ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നുകയാണ്, മാറിയതിനു ശേഷം വീണ്ടും വഖഫ് ചെയ്യണമെങ്കിൽ എനിക്ക് 5 വർഷം കാത്തിരിക്കണം എന്ന് പറയുന്ന കണ്ടീഷന് യാതൊരു മാനദണ്ഡവുമില്ല, അതിന് നിയമത്തിന് യാതൊരു സാധുതയും ഇല്ലാത്ത. അതിലേക്ക് വരാം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. പക്ഷെ അങ്ങേക്ക് അറിയുന്നത് പോലെ ഈ 5 വർഷത്തിൽ ഒരാൾ വിശ്വാസിയായി ഇല്ല എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു. ഏതുതരം സംസ്ഥാനങ്ങൾക്ക്? രാജ്യത്ത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും നേരിട്ടും സഖ്യകക്ഷിയായും കേന്ദ്രഭരണത്തിൽ പൂർണ്ണാധികാരത്തോടെയും BJP കൈയാളുമ്പോൾ അതിൽ തന്നെ വലിയൊരു സംഖ്യ സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഈ ഭേദഗതിയെ അനുകൂലിച്ച് കക്ഷി ചേർന്ന സാഹചര്യത്തിലും ഈ സംസ്ഥാനങ്ങൾക്ക് അധികാരം കിട്ടുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? സുപ്രീം കോടതി ഇന്ന് ഇടക്കാല വിധിയിൽ ഈ പ്രൊവിഷൻ സ്റ്റേ ചെയ്തു. അതിൽ ഒരു കാരണമായിട്ട് പറഞ്ഞത് ഈ ആരാണ് മുസ്ലിം, 5 വർഷമായിട്ട് മുസ്ലിം ആണോ എന്ന് തീരുമാനിക്കാൻ പോലും ഒരു വ്യവസ്ഥയില്ല.
അതിനൊരു മെക്കാനിസം ഇവിടെ ഇല്ല. അതുപോലും ഇല്ലാതെയാണ് പറയുന്നത് നിങ്ങൾ 5 വർഷമായിട്ട് മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇപ്പോൾ അതൊരു വ്യവസ്ഥ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പക്ഷേ അല്ലല്ല ശ്രീ പ്രശാന്ത് പത്മനാഭൻ അത്ര നിഷ്കളങ്കമല്ല, അത്ര നിഷ്കളങ്കമല്ല. അല്ല, ഒരു സെക്കൻഡ് അത്ര നിഷ്കളങ്കമല്ല അത്. കാരണം അങ്ങ് പറയുകയുണ്ടായല്ലോ ഈ പറയുന്ന ഇടക്കാല ഉത്തരവാണ്, ഇനി അത് വരട്ടെ എന്നൊക്കെ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞാലിക്കുട്ടി പവിത്രം എന്ന വാക്ക് ഉപയോഗിച്ചത് അങ്ങയെ ഓർമ്മിപ്പിച്ചത്. കാരണം വിശ്വാസിയായിരിക്കുക, പിന്നെ വഖഫ് ചെയ്യുക, ഇതൊക്കെ പവിത്രമായ പ്രവൃത്തികളാണ്. എന്നാൽ അങ്ങനെയല്ല ഈ വിശ്വാസി ഈ കോടതി കാണുന്നത്. ഞാൻ വായിക്കാം. ദിസ് കണ്ടീഷൻ ഓഫ് 5-year പ്രാക്ടീസ് ഈസ് നോട്ട് പെർ സെ ആർബിട്രറി ആസ് ഇറ്റ് വാസ് നെസസറി ടു പ്രിവെന്റ് മിസ്യൂസ്. The possibility of any person not belonging to Muslim community converting to the Islamic religion only in order to take benefit of the protection of Waqf Act so as to defeat creditors and evade the law under the cloak of a plausible dedication can't be ruled out. പവിത്രമെന്ന് പറയുന്ന ഒരു പ്രക്രിയ ദുഷ്ടലാക്കോടെ ഈ പണം കൊടുക്കാനുള്ളവരെ വെട്ടിക്കാൻ അല്ലെങ്കിൽ നിൽക്കുന്ന നിയമത്തിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടാൻ ഒക്കെ ഒരു മുസ്ലിമായി അത് വഖഫ് കൊടുക്കാൻ പോകുന്ന ഇതിൻ്റെ ദുരുപയോഗത്തെ തടയണം എന്നുകൂടെ കോടതി പറഞ്ഞിരിക്കുമ്പോൾ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണോ? ഒരു കുറ്റവാളിയാകാൻ, നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ വേഗം മുസ്ലിം ആകുന്നു എന്ന സന്ദേശമല്ലേ ഇന്നത്തെ ഈ ഉന്നത നീതിപീഠം കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇത്രയും നല്ലൊരു വിധി വന്നപ്പോൾ ഞാൻ അതിലെ ഒരു നല്ല ഭാഗം കാണാനാണ് ഈ കാര്യം ഹൈലൈറ്റ് ചെയ്തത്. ഞാൻ അതിൽ പറയാം, വേറെ രീതിയിൽ പറയാം. സാധാരണ ഒരു നിയമം പാസ്സാക്കിയാൽ പാർലമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും ആ സഭയ്ക്ക് ആ നിയമം പാസ്സാക്കാനുള്ള അവകാശവും അധികാരവും പാർലമെന്റ് ഭരണഘടനയുടെ 7th ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സഭയ്ക്ക് അധികാരമുള്ള വിഷയത്തിലാണ് നിയമം പാസ്സാക്കിയതെങ്കിൽ സുപ്രീം കോടതി ആ നിയമം സ്റ്റേ ചെയ്യാറില്ല. അത് ഭരണഘടനാപരമായി സാധുതയുള്ളതാണോ സാധുതയില്ലാത്തതാണെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യും. ആ സമയം വരെ ആ നിയമത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യാറുള്ളത്. സ്റ്റേ കൊടുക്കുന്നത് അത്യപൂർവമാണ്. അങ്ങനെ ഒരു സ്ഥിതിയിൽ പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ഒരു ഭീതി കണക്കിലെടുത്തിട്ട് അവർ പറഞ്ഞ കുറെ കാര്യങ്ങൾ കേട്ടിട്ട് സുപ്രീം കോടതി പറയുകയാണ്, പ്രഥമ ദൃഷ്ടിയ ഞങ്ങൾക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ ഇന്ന വകുപ്പുകളിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വഖഫ് പ്രോപ്പർട്ടി ഡീറെക്കഗ്നൈസ് ചെയ്യാനുള്ള, അതായത് ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ പോയിട്ട് പറയുകയാണ് ഇത് ഗവൺമെന്റ് ലാൻഡ് ആണ്, നേരെ തിരിച്ച് ഇല്ല ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ നടക്കണമെന്നുള്ള ആ വ്യവസ്ഥ, ആ കണ്ടീഷൻ സുപ്രീം കോടതി പറയുകയാണ് ഈ ഗവൺമെന്റ് ഇതിനകത്ത് അന്വേഷണം നടത്തുകയും വിധികർത്താവുകയും കൂടെ ചെയ്യുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. അതൊരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ആർബിട്രേഷൻ വേണം. അതൊരു ജുഡീഷ്യൽ ബോഡി, ക്വാസി ജുഡീഷ്യൽ ട്രൈബ്യൂണലിൽ അത് ഡിസൈഡ് ചെയ്യണം. അതിനകത്തെ ഒരു കുഴപ്പം ഒന്ന്, അതിന്റെ വഖഫിന്റെ സ്വഭാവം അടിയന്തരമായി മാറുന്നില്ല ആ ഭൂമിയുടെ എന്ന് പറയുന്ന ഒരു ആശ്വാസമായി പ്രഥമ ദൃഷ്ടിയാ തോന്നുമെങ്കിലും സർക്കാർ വളരെ ശക്തരാണ്. ഇത് BJP സർക്കാരാണ് അല്ലേ? ഹിന്ദുത്വ ആധിപത്യം എല്ലാ രൂപത്തിലും പുലർത്തുന്ന ഒരു സർക്കാരാണ്. അവർക്കിതൊരു കലഹ വിഷയമാക്കിയാൽ മതി. ഇപ്പൊ സംഭാൽ ഇന്നോ നാളെയോ തീർക്കണമെന്നാണോ അവരാഗ്രഹിക്കുന്നത്? കലഹ വിഷയമായാൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന പള്ളിക്ക് താഴെ ശിവലിംഗം തെരഞ്ഞു പോവുക. സാർ ഒരു സെക്കൻഡ്, ഇത് വ്യവഹാരത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവുക. ആ വ്യവഹാരത്തിലെ മേധാശക്തി ആർക്കായിരിക്കും? സർക്കാർ സംവിധാനങ്ങൾക്ക് തന്നെ ആയിരിക്കും. സർവോപരി ഇത് ഭൂമിയുടെ സ്വഭാവം മാറുന്നില്ലെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് വെച്ചുകൊണ്ട് അത് മരവിപ്പിക്കപ്പെട്ട നിലയിൽ തന്നെയുമായിരിക്കും. വഖഫായിട്ട് സമർപ്പിച്ച ഒരു ഭൂമി തേർഡ് പാർട്ടി റൈറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഒരു പ്രാവശ്യം വഖഫായിട്ട് ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ച ഒരു പ്രോപ്പർട്ടി തിരിച്ചെടുക്കാനോ അതിന്റെ സ്വഭാവം മാറ്റാനോ ശരി, പക്ഷെ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ദർഗയ്ക്ക്, അനാഥാലയങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതിനൊക്കെയാണല്ലോ ഈ വഖഫ് ഭൂമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ മൂന്നാം കക്ഷി എന്നുള്ള ഭാഗം വിടുക. മരവിപ്പിക്കപ്പെട്ട നിലയിൽ ഒന്ന്. രണ്ട്, സർക്കാരും ന്യൂനപക്ഷ വിഭാഗവും ഈ പറയുന്ന ലെവൽ പ്ലേയിങ് ഫീൽഡാണോ അങ്ങയുടെ നോട്ടത്തിൽ? അല്ല. അതൊരു വ്യവഹാര കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കുക വഴി ആർക്കാണ് മേൽക്കൈ? അതിലൂടെ രാഷ്ട്രീയ ലാഭം കിട്ടാൻ പോകുന്ന വിഭാഗമാരാണ്? ശ്രീ വേണു, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ ശക്തമാണ്, ഞാൻ സമ്മതിക്കുന്നു. ഭൂരിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന, അതായത് ഹിന്ദുത്വ പറയുന്ന അജണ്ട ഉള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യത്തില് മുസ്ലിം ന്യൂനപക്ഷത്തിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഭീതി എങ്ങനെയാണ് സുപ്രീം കോടതി എന്ന് അഡ്രസ്സ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ഇരിക്കുന്ന കോടതികളെ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, കോടതി ഇരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലല്ലോ, ട്രൈബ്യൂണലുകളും പിന്നെ ഹൈക്കോടതിയിലേക്കും കൂടി വരികയാണ്. സിവിൽ ഡിസ്പ്യൂട്ട് തീരുമാനിക്കുന്നത് അതിന്റെ രേഖകൾ നോക്കിയിട്ട് സ്വത്തിന്റെ അവകാശം ആർക്കാണെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ ആണ് അതിന് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ തിരിച്ചു പോകൂ എന്ന് പറയുന്നത്. പക്ഷേ പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോ
2014 മുതൽ പുതിയ ഇന്ത്യയാണ്. ഇവിടെ കളക്ടർമാർ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുമെന്ന് അങ്ങേക്ക് അറിയുന്നതാണ്. ഏത് തരക്കാരാണ് കളക്ടറായി വരിക? അല്ല, ആയിക്കോട്ടെ. ആദ്യഘട്ടത്തിൽ ഇതിൽ ഒരു തർക്കമുണ്ടാവുകയും അതൊരു വ്യവഹാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സർക്കാർ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അങ്ങേക്ക് അറിയുന്നതാണ്. പിന്നെ 5 വർഷം ഒരാൾ വിശ്വാസിയായി, എല്ലാ തരത്തിലും വിശ്വാസിയായി നിൽക്കാൻ ഈ സംവിധാനം മുന്നോട്ട് അനുവദിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരാൾ വിശ്വാസിയായത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ഛത്തീസ്ഗഡിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ് അല്ലേ? ഈ വന്ദനയും പ്രീതിയും ഒക്കെ അകത്ത് കിടന്ന കേസിൽ, രാജ്യദ്രോഹ കുറ്റം അടക്കം ചുമത്തപ്പെട്ട കേസിൽ ഞങ്ങൾ ശരിക്കും വിശ്വാസികളാണ് എന്ന് പറയുന്ന ആ ആദിവാസി വിഭാഗമുണ്ടല്ലോ, അവരിപ്പോഴും കയറിയിറങ്ങി നടക്കുകയാണ്. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് തെളിയിക്കാൻ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങേക്കും അറിയുന്നത് പോലെ അവിടുത്തെ വനിതാ കമ്മീഷൻ ഇവരെ വിളിച്ച് അധിക്ഷേപിക്കുക, ആക്രോശിക്കുക, പരിഹസിക്കുക, ഇങ്ങനെയൊക്കെയല്ലേ ചെയ്തത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയുമ്പോൾ? ഇതാണ് 14 ശേഷമുള്ള ഇന്ത്യ, 2014 ശേഷമുള്ള ഇന്ത്യ. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നമുക്ക് എന്താണ് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ കിട്ടാവുന്ന ഒരു റെമഡി? അതിൽ ഇന്ന് കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കിട്ടാവുന്നതിൽ ഏറ്റവും പറ്റിയ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി ഒരു ഭൂരിപക്ഷ സർക്കാരിന് വന്ന ഒരു കനത്ത തിരിച്ചടിയാണ്. തിരിച്ചടിയല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. കാരണം സുപ്രീം കോടതി നേരത്തെ വാദം നടന്നപ്പോഴും പറഞ്ഞു ഞങ്ങൾ സ്റ്റേ ചെയ്യാതിരിക്കാൻ നിങ്ങൾ തന്നെ ഇതിൽ പറയണം, നിങ്ങൾ അണ്ടർടേക്ക് ചെയ്യണം. ഇത് നടപ്പാക്കുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് എന്നിട്ട് ബുൾഡോസ് ചെയ്തില്ലേ? ഏപ്രിലാണ് ആ വാക്ക് കൊടുത്തത് കേന്ദ്ര സർക്കാർ. എന്നിട്ട് ബുൾഡോസ് ചെയ്തില്ലേ പല സ്ഥലങ്ങളും? അടിയന്തര സ്റ്റേ വേണമെന്ന് ഹർജിക്കാർ വീണ്ടും ആവശ്യപ്പെടുന്ന സ്ഥിതി വന്നില്ലേ? സുപ്രീം കോടതി ആ ഒരു ബുൾഡോസ് ചെയ്ത ആ കാര്യം ഏത് കേസിലാണ്, അതിന്റെ എന്തായിരുന്നു സ്ഥിതി എന്നുള്ളത് കേസിന്റെ രേഖകൾ എടുത്ത് പരിശോധിക്കണം. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു അഫിഡവിറ്റിന് കാത്തു നിൽക്കാതെ കോടതി തന്നെ ഇടപെട്ട് കോടതി അതിൽ നിയമം അത്യപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിയമവ്യവസ്ഥ ഗവൺമെന്റിന്റെ കീഴിലല്ലാത്തിടത്തോളം കാലം ട്രൈബ്യൂണലും ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഹൈക്കോടതികളും ഉള്ള ഒരു രാജ്യത്ത് ഈ നിയമത്തിന്റെ മാർഗത്തിലൂടെ വന്ന് ഇതിലെ ഈ വിധി നേടിയെടുത്തവരെ ഞാൻ ഇന്ന് അഭിനന്ദിക്കുകയാണ്. അവിടെയാണ് ചർച്ചയുടെ ഭാഗമാകുന്നതിന് മുൻപ് ശ്രീ കെ എൽ കുമാർ മുത്തുപോലെ പറഞ്ഞ വാചകങ്ങൾ ഉള്ളത്. ഇവിടെ അങ്ങ് പറയുന്നു ഈ ഭരണ സംവിധാനത്തിന് വിധേയപ്പെടാത്ത നീതിന്യായ സംവിധാനവും ട്രൈബ്യൂണലുകളുമാണ് ഉള്ളത് എന്ന്. ഈ നീതിന്യായ സംവിധാനങ്ങളിലേക്ക് എങ്ങനെയാണ് RSS റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലെ 13-അംഗ ബെഞ്ചിൽ, അതും നേരിയ ഭൂരിപക്ഷമുള്ള 6ഉം 7ഉമാണ്, അപ്പോൾ പോലും അതിൽ അടിസ്ഥാന ഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി എങ്ങനെയാണ് ഭരണഘടനാ ബെഞ്ചുകൾ രൂപീകരിക്കുമ്പോൾ അതിൽ സംഘപരിവാർ ശക്തികൾക്ക് മേൽക്കൈ കിട്ടാൻ പോകുന്നത്? അതിൻ്റെ സമാന്തര റിക്രൂട്ടിംഗ് ആണ് നടക്കുന്നത്. ശ്രീ ഷാഫി ചാലിയം, ഈ മുസ്ലിങ്ങൾ വിശ്വാസത്തിൻ്റെ മറവ് പറഞ്ഞ് രാജ്യത്തെ പൊതുസ്ഥലങ്ങൾ മുഴുവൻ കവർന്നെടുക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും ഒരാളിന് തെറ്റായ വഴിയിൽ എന്തെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ അയാൾ മുസ്ലിമായാൽ അതിലൂടെയും ഇത് നടക്കും, മറ്റ് നിയമങ്ങൾ മറികടക്കാൻ കഴിയും. അപ്പോൾ പൊതുവിലൊരു കുറ്റവാളി സമൂഹം, കൂടുതൽ കുറ്റവാളികളെ ആകർഷിക്കുന്ന ഒരു സമൂഹം, ഇങ്ങനൊരു അന്തരാർത്ഥം ഈ വിധിവാചകങ്ങളുടെ ഇടയിൽ ഇല്ലേ ശ്രീ ഷാഫി ചാലിയം, വിശ്വാസിയെ നിർവചിക്കുന്ന കാര്യത്തിൽ? വേണു, ആദ്യ പാദത്തിൽ തന്നെ ഞാനത് കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വേണു വാട്സപ്പ് നോക്കുന്നില്ല. ഞാൻ ഇവിടെ സമയം ലാഭിക്കാൻ വേണ്ടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടാൻ ആ വിധിന്യായി ഇരുന്ന് പൂർണ്ണമായി വായിച്ചു. അതിൽ അത്യന്തം ആശങ്കകളും ഭയപ്പാടും തോന്നിയ ഭാഗം ഞാൻ യെല്ലോ കളർ പെന്നോട് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വേണുവിന് അയച്ചത്. ആ പാരഗ്രാഫിലെ ഒരു പാരഗ്രാഫ് വേണുവിടെ വായിച്ചു. പക്ഷേ ആ 135 ഒരൊറ്റ വാചകം നോക്കുക. പ്രൈമ ഫേസി വി ആർ ഓഫ് ദ വ്യൂ ദാറ്റ് സച്ച് എ പ്രൊവിഷൻ കനോട്ട് ബി സൈഡ് ടു ബി ആർബിറ്ററി ഓർ ഡിസ്ക്രിമിനേറ്ററി. എന്താ അർത്ഥം? ഇവരിപ്പോൾ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞ ഈ 5 വർഷക്കാലമുള്ള പ്രാക്ടീഷൻ മുസ്ലിം എന്ന ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിന് പ്രഥമ ദൃഷ്ടിയ അത്തരമൊരു വ്യവസ്ഥ ഏകപക്ഷീയമോ വിവേചനപരമോ ആണെന്ന് പറയാനാവില്ലെന്നാണ് പറയുന്നത്. അതായത് ഇത് ശരിയല്ല എന്നല്ല പറഞ്ഞത്. അവിടെ വേട് പറഞ്ഞതുപോലെ മെക്കാനിസം, ഒരാൾ പ്രാക്ടീസ് 5 വർഷക്കാലമായി യഥാർത്ഥ മുസൽമാനോ എന്ന് എങ്ങനെ പരിശോധിക്കും? വിശ്വാസത്തെ അളക്കാൻ ഒരു മാനസികോമീറ്റർ ഇല്ലാത്തൊരു രാജ്യത്ത് അപ്പം അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കും വരെ, അത് സ്റ്റേറ്റിനോട് പറഞ്ഞു, ഉണ്ടാക്കും വരെ ഇത് നിർത്തിക്കുന്നു. ഈ വ്യവസ്ഥക്ക് ഞങ്ങൾ എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ടെമ്പററി സ്റ്റേ ഇവിടെ നൽകിയത്. അപ്പം സർക്കാരിനേക്കാളും മോശമായ ഇന്റൻഷൻ സുപ്രീം കോടതിയിലെ ഈ ഫൈൻഡിങ്ങിനുണ്ട് എന്നതാണ്
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം. എന്നാൽ വിധിയിൽ ആശ്വാസകരമായ ഭാഗങ്ങൾ അത് ആശ്വാസകരം എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അല്ല, അതാണ് ഈ പറയുന്ന അതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ കളക്ടർ വന്ന് പെട്ടെന്ന് പിടിച്ചാൽ ഉടനെ ആ വഖഫിന്റെ സ്വഭാവം മാറിയത് സർക്കാരിന്റെ ആകുമെന്ന്. അതിനുള്ള ഉപചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അനിൽകുമാറിനോട്. അതിനുള്ള ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, അതിലെ ഒരു മിനിറ്റ്, അതിൽ അനിൽകുമാറിന് നേരെ 10ാം ക്ലാസ്സൊക്കെ പോവുക. അദ്ദേഹം എന്തുണ്ടെങ്കിൽ എല്ലാ അവസരങ്ങളും അറബിക്കടലിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ BJPയും ഒരു ഫാസിസ്റ്റ് സർക്കാരും കൊണ്ടുവരുന്ന ഒരു മാരകമായ ബില്ലിന്റെ ചർച്ചയുടെ കൺക്ലൂഷൻ കൊണ്ടുപോയി ലീഗിന്റെ തലമണ്ട കടിക്കുക. അത് അദ്ദേഹത്തിന്റെ എന്താ പറയുക ഗതികേടാണ്. ഏതൊരു ചർച്ചയിലും അതിനെ വഴിതിരിക്കും. അത് ലീഗിനെ കോൺഗ്രസിനെ മാന്തിയിട്ട് പോകും. അത് അദ്ദേഹത്തിന് എന്ത് യാഥാർത്ഥ്യം? ഒരു യാഥാർത്ഥ്യം ഇല്ല അതിൽ. അതൊരു വക്കീലിനടുത്ത് പറ്റിയ പക്ഷേ അതിന് തിരുത്തൽ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തീരണം. മാന്യനാണെങ്കിൽ അത് അവസാനിപ്പിക്കണം. മനസ്സിലായോ? അപ്പൊ അതവിടെ നിർത്തി. എന്റെ സുഹൃത്ത് സാബു പ്രസാദ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിനു കൂടി മറുപടി പറയേണ്ട ഒരു ബാധ്യത, മറുപടി പറയേണ്ട ഒരു ബാധ്യത ഉണ്ട്. ആരവിടെ ചിരിക്കണേ? അപ്പോ അല്ല, പിന്നെ സാബു പ്രസാദ് ഇവിടെ പറയുണ്ടായി, പിന്നെ ദേവസ്വം ബോർഡിൽ ഇതര മതസ്ഥർ വരുന്നതും വഖഫ് ബോർഡിൽ വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വഖഫ് നിയമത്തെ കുറിച്ചിട്ട് എന്താണ് വഖഫ് നിയമം എന്നതിനെ കുറിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ ഒരു പബ്ലിഷിംഗ് വിൽക്കുന്ന ഒക്കെ ആളാൾക്ക് അറിയാം. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ, അത് ആരാധനാലയം അടക്കമുള്ളവർ, അവിടുത്തെ ദൈനംദിന നിർവഹണത്തിലെ തർക്കങ്ങൾക്ക് പരിഹാരം വഖഫിന്റെ ബാധ്യതയാണ്. അത്തരമൊരു തർക്കമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള 1-2 തർക്കങ്ങൾ. ആ തർക്കത്തിൽ ഇവിടുത്തെ മത്തായിക്കും കുഞ്ഞിരാമനും എന്ത് റോള് നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിച്ചത്. തിരിച്ച് ദേവസ്വം ബോർഡിൽ ഇതുപോലെയാണെങ്കിൽ അതാണ് ഞാൻ നടത്തിയത്. പിന്നെ വഖഫ് കേസുകൾ ആരുമായിട്ടാണ്? സാബു പ്രസാദ് തെറ്റിദ്ധരിക്കുകയാണ്. ഈ വിഷയത്തിൽ സാബു പ്രസാദ് വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് മാനസികമായി സമ്മതിക്കും. കാരണം വഖഫ് വ്യവഹാരങ്ങളിലെ അപ്പുറത്തുള്ള കക്ഷികൾ മുസ്ലിങ്ങളാണ്. വളരെ %% ആണ് ഇതര സമൂഹങ്ങളുള്ളൂ. അദ്ദേഹം ഒരു കണക്ക് 40,000 വ്യവഹാരങ്ങൾ, അതിൽ 31,000 വ്യവഹാരവും മുസ്ലിം ഇതരർ എന്ന്. തെറ്റാണ്. അതിപ്പോ ഇന്നാളിപ്പോ ഒരു ചർച്ചയിൽ CJPന്റെ പ്രതിനിധി പറഞ്ഞു, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തിലെ 40% മുസ്ലിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ച അവതാരകനോട്, താൻ എന്തോടെന്ന് കേട്ടിരിക്കുന്നത്? 12% താഴെ മുസ്ലിങ്ങളെ സംവരണം, അത് 40 എന്ന് 4 ഇരട്ടി കണക്കാക്കി അപ്പുറത്തുനിന്ന് വിളിച്ചു പറയുമ്പോൾ അരുത്, തെറ്റ് പറയരുത് എന്ന് പറയേണ്ടത് അവതാരകരാണ്. ഈ 40,000 കേസിൽ 31,000 കേസ് ഇതര ആളുകളാണെങ്കിൽ ഞാനിവിടെ വെല്ലുവിളിക്കുന്നു സാബു പ്രസാദിനെ, വേണുവും, നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഇരിക്കുക, ഒരു സമയം കാര്യം പറയൂ. ഈ 40,000 കേസിന്റെ രജിസ്റ്ററിന്റെ ലിസ്റ്റുമായി വരൂ. വഖഫ് ബോർഡ് വേഴ്സസ് ആരാണ് എന്നത് സാബു പ്രസാദ് എന്ത് ചെയ്യട്ടെ, ഒന്ന് പ്രൂവ് ചെയ്യട്ടെ. ചുമ്മാ അങ്ങനെയാണ് ഒരു എണ്ണാണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അത് ശരിയല്ല. വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ മിക്കതും ആരുമായിട്ടാണ്? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഈ വഖഫ് സ്വത്ത് കൂടുതൽ അടിച്ചു മാറ്റിയത്. അതങ്ങൾ മനസ്സിലാക്കണ്ടേ. ഒരുപാട് കേസുകൾ എടുത്ത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസുകളിലും അധികവും ഹൈന്ദവരായിരിക്കും. വളരെ അപൂർവമാണ് മറ്റതുണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആർക്കും എന്തും നിയമമുണ്ടാക്കാം. റൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ വേണമെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ തീരുമാനിക്കാം. അത് ഭരണഘടനാപരമാണോ, അധികാരമുള്ള വിഷയത്തിലാണോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സുപ്രീം കോടതി ഭരണഘടനാ മൂല്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടത് അന്തിമ വിധിയിൽ പരിഗണിക്കും എന്ന പ്രത്യാശയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തുന്നത് ഞാനും എന്റെ പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്. ഇടക്കാല വിധിയിൽ ചെറിയൊരു ആശ്വാസമുണ്ട്, അതിനപ്പുറത്ത് ആശങ്കകളുമുണ്ട്. ശരി, ചുരുക്കി എനിക്ക് ഒരു മറുപടി കൂടി വേണം, അധികം സമയം എടുക്കരുത് ശ്രീ ഷാഫി ചാലിയം. വ്യവഹാരങ്ങളിൽ കുരുക്കിയിടുക, ലെവൽ പ്ലേയിങ് അല്ല ഫീൽഡ്. അങ്ങനെ വരുമ്പോൾ ഈ സംഭാലൊക്കെ കണ്ടില്ലേ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന്. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതിയല്ലേ ഉണ്ടാവുക? ഇപ്പൊ അങ്ങ് കുറച്ചെങ്കിലും ആശ്വാസം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെ പറ്റിയാണ് എൻ്റെ ചോദ്യം. ചുരുക്കം വാക്കുകളിൽ മറുപടി. അല്ല, അത് ശരിയാണ്. 91-ലെ പിന്നെ ആരാധനാലയ സംരക്ഷണത്തിന്റെ വയലേഷൻ, അതിന്റെ ആ നിയമം ഇവിടെ ആരാധനാലയ സംരക്ഷണ നിയമത്തെ പറ്റി അല്ല ചോദിക്കുന്നത്. വ്യവഹാരങ്ങളിൽ കുരുക്കിയിടുക, വഖഫ് ഭൂമിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മരവിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുക, അത് മതിയല്ലോ സർക്കാരിന് പറഞ്ഞു നിൽക്കാനായി. ഈ സർക്കാർ എന്താ ചെയ്യുക? നിരന്തരം നിങ്ങളെ ഇരയുടെ പക്ഷത്താക്കി നിങ്ങളെ വേട്ടയാടുക.
അതിനുള്ള സംവിധാനമായിട്ട് ഇത് മാറില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാക്കാൽ വഖഫ് മുഴുവൻ 2005 സെപ്റ്റംബറിന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. എല്ലാത്തതും മുഴുവനും നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത്. അതിലേക്ക് ഈ വാക്കാൽ വഖഫ് ചെയ്ത വഖഫുകളെ രജിസ്റ്റർ ചെയ്യാൻ ഒരു 6 മാസങ്ങളെ അനുവദിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് അതുപോലും ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഈ JPC കമ്മിറ്റിയിൽ ഉന്നയിച്ചതാണ് എല്ലാവരും. ശരിയാണ്. 6 മാസങ്ങൾ കൊടുക്ക്. കോടതി അതുപോലും കൊടുക്കാത്ത ഈ ഭേദഗതിയെ സുപ്രീം കോടതി സ്പർശിക്കാതെ പോയത് ഒന്നും പറഞ്ഞിട്ടില്ല. ശരിയാണ്. ആയിരക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമിയാണ് ഇവിടെ പിടിച്ചെടുക്കപ്പെടുന്നത്. ശരി, ഇനി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ നിയമപരമായുള്ള ഭാവി പോരാട്ടവും സംശയാസ്പദമാണ്. അതും സാധ്യമല്ല ഈ നിയമ ഭേദഗതി പ്രകാരം. എന്ന് വെച്ചാൽ നേരത്തെ ഷാബു പ്രസാദ് അത്ഭുതം കൂറുകയുണ്ടായി. വഖഫ് ബോർഡിന് അന്തിമമായി തീരുമാനിക്കാൻ കഴിയുമോ? അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന്. അത് വിമർശിക്കപ്പെടേണ്ടതിനാണ് ശ്രീ ഷാബു പ്രസാദ് അതിനോട് യോജിക്കുന്നത്. പക്ഷെ മറുവശത്ത് പരമാധികാരിയായി സ്റ്റേറ്റ് വരുന്നു എന്നതും ചോദ്യം ചെയ്യപ്പെടാതെ സ്റ്റേറ്റ് വരുന്നു എന്നതും അതുപോലെ തന്നെ ആപൽക്കരമാണ്. കാരണം ഈ നിയമപ്രകാരം അങ്ങുമായി ബന്ധപ്പെട്ടല്ല വേണു. എനിക്ക് ചെറിയൊരു കാര്യം പറയാൻ സമ്മതിക്കൂ. ഈ വഖഫിലെ വിവാദമായ 94 ഈ സെക്ഷൻ 4 ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 4 പ്രകാരം ഒരു ഭൂമി വഖഫുണ്ടായ ഒരു തോന്നൽ ഉണ്ടായാൽ ആ സമയം തൊട്ടത് വഖഫായെന്നും പിന്നീട് അത് വഖഫ് അല്ല എന്ന് തെളിയിക്കേണ്ടത് കക്ഷിയുടെ ബാധ്യതയായെന്നും ഇവരെല്ലായിടത്തും പറയുന്നത് തെറ്റാണ്. അതായത് എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകാനുള്ള വിവരങ്ങൾ കലക്ട് ചെയ്യാനുള്ള ഒരു ലീഗലി ബൈൻഡഡ് പവർ മാത്രമാണത്. അല്ലാതെ കാഴ്ചയിൽ കണ്ടതായില്ല. വഖഫിൽ ലിസ്റ്റ് ചെയ്ത സ്വത്താണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ വഖഫ് രജിസ്റ്ററിലെ സ്വത്ത് അന്യാധീനമായി വേറൊരുത്തരുടെ കയ്യിലുണ്ടെങ്കിൽ രേഖാപരമായി വഖഫിൻ്റെതാണെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ വഖഫിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അതിന്റെ മുകളിൽ എന്തുള്ളൂ, ഈ ഹൈപ്പത്തിക്കേഷൻ ഉള്ളൂ. പക്ഷെ കോടതിയിലേക്ക് ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം, റദ്ദ് ചെയ്യാം. അല്ല ശരി, എന്നിട്ട് അവസാനം അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ട്രിബ്യൂണൽ അതിനാണ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ചെയ്യാമല്ലോ. എത്രയോ കീഴ്വഴക്കങ്ങളുടല്ലേ. അതൊക്കെയാണ് BJPയുടെ വാദം. കോടതിയിൽ പോകാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിരവധി കേസുകൾ. ശരി, കോഴിക്കോട്ടെ ഒരു പോസ്റ്റ് ഓഫീസ് വഖഫ് ഭൂമിയിൽപ്പെട്ട കേസിൽ കോടതി വിധി പറഞ്ഞല്ലോ. അങ്ങനെയാണ് വഖഫ് ട്രിബ്യൂണൽ തീരണ്ടേ. വഖഫ് ട്രിബ്യൂണൽ വഖഫിന് അനുകൂലമായി വിധിച്ചപ്പോൾ ഹൈക്കോടതി അത് വലിച്ചെറിഞ്ഞല്ലോ. കോഴിക്കോട്ടെ ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അത് വ്യക്തമാക്കി. പക്ഷേ ഈ പുതിയ ഭേദഗതിയിൽ വഖഫ് ബൈ യൂസറിന്റെ കാര്യത്തിൽ ഒരിടപെടലും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഒരിടപെടലും ഉണ്ടാകാത്ത സ്ഥിതിക്ക് 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ ഭാവി നിയമ പോരാട്ടത്തിനുള്ള അവകാശം പോലും ഈ നിയമ ഭേദഗതി റദ്ദാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് തന്നെ പരമാധികാരിയായി നിൽക്കുന്നു, നിയമപരമായ അവകാശം പോലും നിഷേധിക്കപ്പെടുകയാണ്. 3 മിനിറ്റേ ഉള്ളൂ കഷ്ടി. എനിക്കിനി ഷാബു പ്രസാദിലേക്കും ശ്രീ പ്രശാന്ത് പത്മനാഭനുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതൊരു ബഹുമാനക്കുറവായി തോന്നരുത്, സമയക്കുറവാണെന്ന് മനസ്സിലാക്കണം. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ മറ്റൊരു കുഴപ്പം കിടക്കുന്നത് ഈ 11 അംഗ ബോർഡിൽ, വഖഫ് ബോർഡിൽ 3 പേർ, 22 അംഗ കൗൺസിലിൽ 4 പേർ, അതിനപ്പുറത്തേക്ക് അമുസ്ലിങ്ങൾ പാടില്ല എന്ന് കൃത്യമായി ഇന്ന് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര വേണമെങ്കിലും കൂട്ടുക എന്നതായിരുന്നല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. അത് തടയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സിഇഒയുടെ കാര്യത്തിലുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അങ്ങ് എങ്ങനെ കാണുന്നു? ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ഓൺ റെസീപ്റ്റ് ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് ഓഫീസർ though we are not inclined to stay section 23, we direct that as far as possible efforts should be made to appoint the CEO of the board who is the ex officio secretary from amongst the Muslim community. പരമാവധി പരിശ്രമിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പരമാവധി പരിശ്രമിക്കുമോ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ? ഇത് വ്യക്തിപരമായി ആരുടെയെങ്കിലും ഇച്ഛാനുഷ്ഠാനം തീർക്കേണ്ട ഒരു വിഷയമായിട്ടല്ല ഒരു നിയമനിർമ്മാണത്തെ കാണേണ്ടത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന തരത്തിൽ വ്യക്തിപരമായി തീർപ്പാക്കേണ്ട, അല്ലെങ്കിൽ ഒരു വഖഫ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റിയുടെ ഭൂരിപക്ഷത്തിൽ തീർപ്പാക്കേണ്ട വിഷയമല്ല വഖഫിൻ്റെ വിഷയം. വഖഫിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ്? ഒന്ന്, ഒരു ഇസ്ലാം മതവിശ്വാസി ഏതെങ്കിലും തരത്തിൽ തൻ്റെ സ്വത്ത് ദൈവികമായ കാര്യങ്ങൾക്കായി നീക്കിവെച്ചതായി വഖഫ് ചെയ്തിട്ടുണ്ടോ? 2, അതിന് വ്യക്തമായ തെളിവുകളുണ്ടോ? 3, അപ്രകാരം തെളിവുകളെടുത്തോളമുള്ള വസ്തു വിവാദത്തിൽപ്പെടുത്താൻ പാടില്ല. 2, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ വഖഫായി ഉപയോഗിച്ച് വരുന്ന പൊതുവായ ഭൂമി ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഒരു വ്യക്തി വഖഫ് ചെയ്താവില്ല.
അത് സർക്കാർ ഭൂമിയാണെങ്കിലും അത് വഖഫ് സ്വത്തുക്കളായി കൈകാര്യം ചെയ്ത് നിലവിൽ രേഖപ്പെടുത്തി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിതിക്ക് മാറ്റപ്പെടുത്താൻ പാടില്ല. 3, ഇതുവരെ നാളിതുവരെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അത് വഖഫായി രജിസ്റ്റർ ചെയ്യാൻ 8 മാസമോ 6 മാസമോ കാലാവധി എന്ന് പറയുന്നൊരു ന്യായം ഉണ്ടാവും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പോലെ നമ്മുടെ നാട്ടിലെ മുഴുവൻ വഖഫ് വസ്തുക്കളിലേക്കും ഒരു പരിശോധന നടക്കാൻ പോവാണ്. നിങ്ങളുടെ സ്വത്ത് വഖഫാകണമെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യേണ്ടി വരുന്നു. ആ ക്ലെയിമുകളെല്ലാം തർക്കമുണ്ടാക്കാൻ പറ്റും. ആ തർക്കമുണ്ടാക്കാൻ കഴിയുന്നത് ഏത് സമിതിയിലായിരിക്കും? ആ സമിതിയിലെ അംഗങ്ങളായ ആളുകൾ മുസ്ലിമായാൽ വിഷയം പരിഹരിക്കുമോ? അങ്ങനെയാണെങ്കിൽ തളിപ്പറമ്പിൽ ഈ നിയമം ആദ്യം നടപ്പാക്കാൻ ഇന്ത്യയിൽ പുറപ്പെട്ടത് തളിപ്പറമ്പിലെ ലീഗാണ്. അത് തിരിച്ചതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ലീഗിൻ്റെ പ്രതിനിധി പറയുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. ഒരു ഫാസിസ്റ്റ് സർക്കാർ ഇവിടെ വഖഫ് നിയമം കൊണ്ടുവരികയും ആ നിയമത്തിനെതിരായി രാജ്യം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കാൻ അവസാനത്തെ സമയത്ത് ഇത്തരം വിഷയം എടുത്തിട്ട് ബുദ്ധിമുട്ടാവും. എനിക്ക് മറുപടി പറയാൻ സമയം നൽകേണ്ടി വരും. മറുപടി പറയാൻ സമയം നൽകേണ്ടി വരും. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? സമയം കഴിഞ്ഞു. തളിപ്പറമ്പല്ല ഇപ്പോഴത്തെ വിഷയം. ശരി ശ്രീ ഷാഫി ജലീൽ സഹൽകുമാർ, അതിൽ തർക്കിക്കേണ്ട. എന്തായാലും ശരി അതിൽ തർക്കത്തിലേക്ക് പോകേണ്ട. എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇന്നൊരു ഇടക്കാല വിധി നൽകിയത് ആശ്വാസമാണെന്ന് പറയുന്ന കേന്ദ്രങ്ങൾ 250ഓളം പേജ് വരുന്ന ആ വിധിന്യായം മനസ്സിരുത്തി വായിക്കുക. അതിൽ ചതിക്കുഴികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.